യോസഫിനെ വിളിച്ച് അടുക്ക നിർത്തിച്ച് പറഞ്ഞു, നീ സിംഹവുമല്ല പാമ്പുമല്ല, നീ ഫലമുള്ളൊരു വൃക്ഷമാണ്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 22-ാം വാക്യം. അപ്പം മോനോട് പറയുക, കേട്ടോണേ, ദൂത് തുടങ്ങുകയാണ്. യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം. യോസഫ് ആരാണ്? ഫലപ്രദമായൊരു വൃക്ഷം. മുമ്പിൽ എഴുതിയിട്ടുണ്ട്. ചേട്ടന്മാരെ കുറിച്ച് പറയുകയാണ്. ചിലരോട് പറഞ്ഞു, നീ ഒരു പാമ്പാ, നീ സിംഹവാ എന്നൊക്കെ പറഞ്ഞ് താഴോട്ട് വന്ന് പറയുക, യോസഫേ നീ എന്താണ്? ഫലപ്രദമായ ഫലമുള്ള ഒരു വൃക്ഷമാണ്. മനസ്സിലായോ? നിന്നെ ഒതുക്കാൻ ഒത്തിരി പേര് നോക്കി, പക്ഷെ നീ ഒതുങ്ങിയില്ല. നീ ഇങ്ങനെ കായ്ച്ചു നിൽക്കുക. ഈ ചിലർക്ക് അസൂയ വരുന്ന കായ്വ് നടക്കാൻ പോവാ, ചിലർക്ക് അസൂയ വരുന്ന പോലെ തലവെക്കാൻ പോവാ. ഓ ഹല്ലേലൂയ. ചിലര് ചോദിക്കാൻ പോവാ, നിന്റെ വളർച്ചയുടെ രഹസ്യം എന്താ? ഉത്തരം, നീരുറവിനരികിലാ ഞാൻ നിൽക്കുന്നേ. ഏതാണ് ഈ നീരുറവ? വായിച്ച യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. ഏതാണ് ഈ വൃക്ഷം നിൽക്കുന്ന നീരുറവ? ഏതാ? 1-ാം സങ്കീർത്തനം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, യഹോവയുടെ വചനത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നു. എങ്ങനെ? ആറിന്റെ കരയിൽ നിൽക്കുന്ന, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന, ഇലവാടാത്തതുമായ. നീ നിൽക്കുന്ന നദി ഏതാ? തിരുവചനത്തിന്റെ നദിയാ. റാമീം പറഞ്ഞു തുടങ്ങ. നിന്റെ മൂട് പറിക്കാൻ ശത്രു എഴുന്നേറ്റാലും തൊടാൻ പറ്റുകയില്ല. നീ നിൽക്കുന്ന നദി വചനമെന്ന നദിയാ. സ്തോത്രം. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. എനിക്കറിയാം ഇന്ന് വലിയ വിടുതലുകൾ സംഭവിക്കുക. നിന്റെ ആ വാടിയ അനുഭവങ്ങൾ, മുരടിച്ച അനുഭവങ്ങൾ, ഉണങ്ങിയ അനുഭവങ്ങളൊക്കെ പൊട്ടാൻ പോവുക. നീ നോക്കിയോ, ദേശത്ത് നീ ഇങ്ങനെ, ഞാനൊരു വിഷനിൽ ഈ വചനം എടുക്കാൻ കാരണം, ഫലം കായ്ച്ചു നിൽക്കുന്ന, തളിർപ്പ് നഷ്ടപ്പെടാത്ത, പച്ചിപ്പ് നഷ്ടപ്പെടാത്ത, ഫലം നിറഞ്ഞ ഒരു വൃക്ഷത്തെ കാണിക്കുക. അതാ ഈ സഭയോടുള്ള ദൂത്. എഴുതിയിട്ടോ, ഇന്നലകളിൽ നീ എന്ന വൃക്ഷത്തിൽ ചാടിക്കളിച്ച പച്ചലപ്പാമ്പും നീ എന്ന വൃക്ഷത്തിൽ കൂടുകെട്ടിയ കുരുവികളും ഇനി അവിടെ വാഴത്തില്ല. നിന്റെ വൃക്ഷം തലവ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. യോസഫ് ഫലപ്രദമായ വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അടുത്ത കേട്ടോ, അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. ഇവന്റെ കൊമ്പിനൊരു പ്രത്യേകതയുണ്ട്. ആര് മതില് കെട്ടിയാലും എനിക്ക് പുള്ളിക്ക് പേടിയില്ല. അതിന്റെ മണ്ടക്കൂടെ പടന്നുകളി മിണ്ടുന്നില്ല. നിന്നെ ഒതുക്കാനാ മതില് കെട്ടിയേ. ആ മതില് നിനക്കൊരു താങ്ങാകാൻ പോവാ. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവൂ. നിന്നെ ഒതുക്കാൻ ചെയ്ത ചെയ്തികൾ നിനക്കൊരു താങ്ങാകാം.